ഹലോ, എന്നാ ഉണ്ട് വിശേഷം? ഇന്നൊരു കന്യാകുമാരി യാത്രയായാലോ? പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാതെ പോയതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ചെന്നപ്പോൾ ലേറ്റ് ആയി പോയേ. പിന്നെ മലയോര മേഖലയിൽ താമസിക്കുന്ന നമുക്ക് കടൽ വലിയൊരു അത്ഭുതം തന്നെയല്ലേ? വല്ലപ്പോഴും മാത്രമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഭംഗിയേറും. അപ്പം നല്ല രസമായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. സന്ധ്യസമയം ആയതുകൊണ്ട് നല്ല കടൽക്കാറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. അത് ആ കാണുന്നതാണ് വിവേകാനന്ദ പാറ. പിന്നെ ഞങ്ങളവിടെ കുറേ നേരം നിന്ന് സൺറൈസ് ഒക്കെ കണ്ട ശേഷം എട്ടിൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു, മരിയ എന്നാണ് പേര്. മരിയ പറഞ്ഞ് റൂം എടുക്കാൻ തുടങ്ങിയപ്പോൾ റൂമൊന്നും എടുക്കണ്ട, ഞങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് നേരെ ഞങ്ങൾ പോയത് രാജക്കാട് മംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതാണ് മരിയയുടെ വീട്. ഫ്രണ്ടിൽ നിറച്ച് ചെടികൾ വെച്ചേക്കാണ്. പുള്ളിക്കാരൻ്റെ വൈഫിന് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ പുള്ളിക്കാരി സ്ഥലത്തില്ലായിരുന്നു, ഡ്യൂട്ടിയിലായിരുന്നു, നേഴ്സാണ്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ അമ്മയും അച്ഛനും ടയേർഡ് ആയതുകൊണ്ട് കിടന്നുറങ്ങി. ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്, ടൂ വീലർ എടുത്ത്. ഇവിടെ അടുത്ത് ചർച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞൊന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയായിരുന്നു അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ചർച്ച്. രാജക്കാട് മംഗലം തുറയിലാണ് ഇവരുടെ വീട് വരുന്നത്. റോമൻ കാത്തലിക് ചർച്ചാണ്. ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ എല്ലാവരും വന്നിരുന്ന് സംസാരിക്കാറുണ്ട്. ഇത് അവരിന്ന് സംസാരിക്കുകയാണ്. കുട്ടികൾക്കാണെങ്കിൽ സ്വർഗം കിട്ടിയ ഫീലിംഗ് ആണ്. പുറത്തോട്ടൊന്ന് ഇറങ്ങിയപ്പോൾ അതാ സൈക്കിൾ ചവിട്ടി നടക്കുകയാണ്. ഇതാണ് മരിയയുടെ മോളാണ്, പേര് അതിഥി. 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. നല്ല മിടുക്കി കുട്ടിയാണ്. ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. നമ്മുടെ വീട് പോലെ തന്നെ, പുതിയൊരു വീട്ടിൽ ചെന്ന ഒരു ഫീലിംഗ് പോലെ നമുക്ക് തോന്നിയില്ല. നല്ല ആതിഥ്യ മര്യാദയാണ്. തമിഴ്നാട്ടിൽ ചെന്നാൽ എല്ലാവർക്കും നല്ല റെസ്പെക്റ്റ് ആണ്. ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ആ കടലൊന്ന് കാണാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അവിടെ കടലിലവിടെ ചെന്നപ്പോൾ ഇരുട്ടായതുകൊണ്ട് നമുക്ക് വീഡിയോയിലൊന്നും കാണത്തില്ല. അപ്പോൾ തിരിച്ച് 11:45 സമയം പറഞ്ഞ് ടയേർഡല്ലേ, വീട്ടിൽ കയറാമെന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നാണ്. മോർണിംഗ് 7:30 എല്ലാവരും നല്ല ഉഷാറായിട്ട് കടൽ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ഷോർട്ട് കട്ടിലാണ് പോകുന്നത്. അപ്പോൾ വെയിൽ അത്രയും വരത്തില്ലല്ലോ, 7:30 പോലും നല്ല വെയിലുണ്ടായിരുന്നേ. പണ്ട് സുനാമി അടിച്ച സ്ഥലമാണിത്. അതാ കല്ലൊക്കെ എടുത്തിട്ടേക്കുന്ന ഭാഗം കൊണ്ട് അവിടെ വരെ സുനാമി അടിച്ചിരുന്നു. അങ്ങനെ കടലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ആടിപ്പാടി നല്ല എൻജോയ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ കുറേ കുട്ടികൾ എന്നെ ഹായ് കാണിക്കുകയാണ്. ഇവിടെ ഈ ഒരു ഭാഗം പൊഴി എന്ന് പറയും. കാര്യം കടലും കായലും കൂടി ചേർന്ന ഒരു ഭാഗം വരത്തില്ലേ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു കൊടുക്കുകയാണ്, അവർ ബോട്ടിൽ പോകുന്നെന്നും പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം നമുക്ക് അവിടെ നിൽക്കാൻ തോന്നും. വെയിലാന്നേലും നമുക്ക് ആ വെയിലൊന്നും ഒരു പ്രശ്നമല്ലെന്ന് തോന്നിപ്പോവും. അവിടെ നിന്ന് പോവുകയാണ്. ആ സ്ഥലത്തുനിന്ന് രാജക്കാട് ഞങ്ങൾ തിരികെ ഇങ്ങ് പോരുകയാണ്. അങ്ങനെ ഞങ്ങൾ രാജക്കാട് മംഗലത്തോടെ ടാറ്റ ബൈ പറഞ്ഞ് നേരെ പോകുന്നത് തക്കലയ്ക്കാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ കൂട്ടുകാരൊക്കെ അടുത്ത് കയറാൻ പറ്റത്തുള്ളൂ. വന്നെന്ന് അറിഞ്ഞപ്പോൾ രാജു എന്ന് പറഞ്ഞ ഏട്ടൻ്റെ കൂടെ നേരത്തെ ഒന്നിച്ച് വർക്ക് ചെയ്ത ചേട്ടനാണ്. അന്ന് തൊട്ടുള്ള ഒരു സ്നേഹബന്ധമാണ്. ഈ വാതിൽക്ക് നിൽക്കുന്ന ചേട്ടനാണ്. ഒരു നിഷ്കളങ്കമായ ഒരു സ്വഭാവമാണ്. കുട്ടികളുടെ കൂട്ട് തന്നെയാണ് എപ്പോഴും ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ചേട്ടൻ. 3 മക്കളാണ് ഉള്ളത്. അവിടെ നിൽക്കുന്നത് അമ്മയാണ്, ചേട്ടൻ്റെ അമ്മയാണ്. ഇത് വൈഫും മോളുമാണ്. അപ്പം ഞങ്ങൾ അവരോടെല്ലാം നല്ല സന്തോഷമായിട്ട് യാത്ര പറഞ്ഞ് അങ്ങനെ തിരികെ പോരുവാണ്. ടാറ്റ ബൈ ബൈ, സീ യു.